ഹായ്. അപ്പൊ നമുക്കിത് നഴ്സിംഗിനെ കുറിച്ച് നോക്കാം അല്ലെ. നഴ്സിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, കോമൺ ആയി ഇപ്പം മെഡിക്കൽ ഫീൽഡിലേക്ക് കോമൺ ആയിട്ട് നിൽക്കുന്നതും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇന്നിപ്പോ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒരുപോലെ ആഗ്രഹിക്കുന്നതും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫീൽഡാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്കൊരു ജോബ് ലഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പ്രാക്ടിക്കൽ സെക്ഷനും ഉണ്ട്, ഇതിനകത്തൊരു തിയറി സെക്ഷനും ഉണ്ട്. ഈ പ്രാക്ടിക്കലും തിയറിയും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു നഴ്സിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനകത്തൊന്ന് പറയാം. ഇപ്പൊ ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ബേസിക് കെയർ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ നേഴ്സാണ്. അതൊരു നേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പേഷ്യന്റിനോട് മാത്രമല്ല, പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഡോക്ടേഴ്സിനോടും ബൈസ്റ്റാൻഡിനോടും ഒക്കെ നമ്മൾ ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കുന്നതും ഈ ഒരു നേഴ്സാണ്. അപ്പം അത്രയും ഇമ്പോർട്ടന്റും അത്രയും ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ഒരു ഫീൽഡാണ് നേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ നഴ്സിന്റെ എലിജിബിലിറ്റീസും ഡ്യൂറേഷനും ഇതൊക്കെ നോക്കാം. ഈ ഒരു കോഴ്സിൻ്റെ ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് മാത്രമാണോ ഈ ഒരു നഴ്സിംഗ് ഫീൽഡിലോട്ട് തിരിയാന്ന് പറഞ്ഞാൽ അല്ല. സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്കും നഴ്സിംഗ് ഫീൽഡിലോട്ട് പോവാം. അത് GNM ആണ് നോക്കുന്നത്, ജനറൽ നഴ്സിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനെ കുറിച്ചൊരു വീഡിയോ നമുക്ക് വേറെ ഇടാം. ഇനി എൻട്രൻസ് എക്സാം ആണെങ്കിൽ അല്ലെങ്കിൽ എന്തൊക്കെ എൻട്രൻസ് എക്സാം ആണ് ഇതിന് വേണ്ടതെന്ന് ചോദിച്ചാല് നമുക്കിപ്പോ നീറ്റിന്റെ സ്കോർ ബേസ് ചെയ്താണ് നമ്മൾ ഈ നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്നത്. മിലിറ്ററി നഴ്സിനായാലും ഇത് തന്നെയാണ്. പിന്നെ എയിംസ് പോലെ ഉള്ളതിനാണെങ്കിൽ അതിൻ്റെതായ എൻട്രൻസ് എക്സാംസ് കാണും. ഇനി നമ്മൾ BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവലിന്റെ കാര്യമല്ലേ പറഞ്ഞത്, നമുക്ക് PG സെക്ഷൻ നോക്കിയാലോ. PG സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറൻസിക് മെഡിസിൻ, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ, കാർഡിയാക് മെഡിസിൻ, ഇങ്ങനെ പല സ്പെഷ്യലൈസേഷൻ PG സെക്ഷനിലും അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിന് ശേഷം നിങ്ങൾക്ക് ക്ലിനിക്കില്, ലബോറട്ടറിയില്, കമ്മ്യൂണിറ്റി ഹെൽത്തില്, നഴ്സിംഗ് ഹോം, കെയർ ഹോം എന്നിങ്ങനെ പലയിടങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പോലെ തന്നെ അനാറ്റമി, ഫിസിയോളജി, ഫാർമക്കോളജി എന്നിങ്ങനെ സബ്ജക്ട്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഹെൽത്ത് കെയർ സർവീസിന്റെ ഭാഗമായിട്ട് തന്നെ മെന്റൽ കെയറും ചൈൽഡ് കെയറും ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് കേരളത്തിന് പുറത്തും ഒട്ടനവധി കോളേജസിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടും അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയാനായിട്ടും ഡു കോൺടാക്ട് വിത്ത് EBS എഡ്യൂക്കേഷൻ.